ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും എക്സ്പെരിമെന്റ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു അനലോഗ് സർക്യൂട്ട് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ആംപ്ലിറ്റ്യൂഡ്. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ സർക്യൂട്ട് വരയ്ക്കാൻ പോവുകയാണ്. സർക്യൂട്ട് വരയ്ക്കാൻ ആദ്യമായിട്ട് ബേസിക്കലി നമുക്ക് അറിയേണ്ടതുള്ളൂ ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള സർക്യൂട്ടാണ് ട്രാൻസിസ്റ്റർ ഡിവൈഡർ ബയാസ് സർക്യൂട്ട്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഡിവൈഡർ ബയാസ് സർക്യൂട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് വളരെ വൃത്തിക്ക് ഇത് ഞാനിവിടെ വരച്ച് കാണിച്ചു. ഓക്കെ, ഇതാണ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. ഒരു ട്രാൻസിസ്റ്റർ ഡിവൈഡർ ബയാസിംഗ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിനെ ആൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടി അപ്പോൾ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ടാവും, PM, ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ഉണ്ടാവും, അതുപോലെ ഒരു കരിയർ ഫ്രീക്വൻസി സിഗ്നൽ ഉണ്ടാവും, അത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലും ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലും ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഈ കൺസ്ട്രക്ട് ചെയ്ത് ഈ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർക്യൂട്ടിൽ നമ്മൾ ആൾട്ടർ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ RC എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു IFT ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യും. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ, ഇറ്റ് ഈസ് ട്യൂൺഡ് ടു 455 kHz ആയിരിക്കും. അപ്പോൾ 455 kHz ട്യൂൺ ചെയ്തിട്ടുള്ള ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കമ്പോണന്റ്, ഈ ആൾട്ടർ ചെയ്തിട്ടുള്ളതിൽ ബേസിക് കമ്പോണന്റ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് AM ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടണം. ഇനി ഈ AM ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സിഗ്നൽ കൊടുക്കണം. ഒന്ന് ഇൻപുട്ടായിട്ട് നമ്മൾ കരിയർ സിഗ്നൽ കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയോ സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ഓഡിയോ സിഗ്നൽ കൊടുക്കുന്നത് എമിറ്ററിലും ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡുലേറ്റ് ചെയ്യേണ്ട സിഗ്നൽ, അതിന് നമ്മൾ VM എന്ന് പറയാം. കാരിയർ ഫ്രീക്വൻസിക്ക് നമ്മൾ VC എന്ന് പറയാം. അപ്പോൾ VM-ഉം VC-യും, ഈ VM എന്ന് പറയുന്നത് നമ്മളുടെ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. മോഡുലേറ്റിംഗ് സിഗ്നൽ ഇത് നമുക്ക് ലെറ്റസ് അപ്ലൈ 1 kHz. ഇവിടെ 1 kHz സൈൻ വേവ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് വേണ്ട സർക്യൂട്ട് വരച്ചു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ, മോഡുലേറ്റിംഗ് ചെയ്യേണ്ട ഇൻപുട്ട് സിഗ്നൽ ഒരു 1 kHz ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, സൈൻ വേവ്. അതുപോലെ ഇതിലെ കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഫ്രീക്വൻസി, ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട ഫ്രീക്വൻസി എത്രയാണ്, 455 kHz ആണ്.
അങ്ങനെ 455 കിലോ ഹെർട്സ് കാരിയറും ഇൻപുട്ട് മോഡുലേറ്റിംഗ് സിഗ്നൽ 1 കിലോ ഹെർട്സ് സൈൻ വേവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൊടുക്കേണ്ടത് തന്നെ ഇതിൽ 2 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ് നിങ്ങൾ ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഇതിൻ്റെ 1 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. ഇത് മേ ബി ഡിപ്പെൻസ് നിങ്ങൾ ചെയ്യുന്ന സർക്യൂട്ടിനും നിങ്ങളുടെ ഫംഗ്ഷൻ ജനറേറ്ററിനും ഒക്കെ അനുസരിച്ച് മേ ബി ചെറിയ വേരിയേഷൻസ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്യും. ആ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയിരിക്കും. ആ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആണ് ഞാനിനി ഇവിടെ വരക്കാൻ പോകുന്നത്. ഈ രീതിക്ക് ഉള്ള കറക്റ്റായിട്ടുള്ള ഒരു വേവ് ഫോം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DSO ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് നമ്മൾ എവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെയുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ഔട്ട്പുട്ട് വേവ് ഫോം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് ഈ സർക്യൂട്ടിലെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇത് ഇൻപുട്ട് കൊടുക്കുന്നത് കരിയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC ആണ്. അതേപോലെ ഇത് മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ സർക്യൂട്ടിൽ കണക്ഷൻ എങ്ങനെ കൊടുത്ത് സർക്യൂട്ടിന്റെ കോമ്പണൻസ് വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ജനറൽ ഐഡിയ ആണ്. ഞാൻ ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഈ ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ടിൽ ട്രാൻസിസ്റ്റർ ക്ലാസ് എ ആംപ്ലിഫിക്കേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കിട്ടും. ഇവിടെ റഫായിട്ടല്ല ഒരു തിയറട്ടിക്കൽ ബേസ് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 150 കിലോ ഓം റെസിസ്റ്റർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 47 കിലോ ഓം റെസിസ്റ്റർ കൊടുക്കുക. ഇവിടെ ഇത് നമ്മൾ കരിയർ ഫ്രീക്വൻസിയാണ് ഇവിടെ കൊടുക്കുന്നത്. കരിയർ ഫ്രീക്വൻസി FC 455 കിലോ ഹെർട്സ് ആണ് ഇവിടെ കൊടുക്കുന്നത് അറ്റ് 1 വോൾട്ട് പീക്ക് ടു പീക്ക്. ഈ വോൾട്ടേജ് മേ ബി നമുക്ക് ചെറുതായിട്ടൊന്ന് വേരി ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഹൈ ഫ്രീക്വൻസി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കപ്പാസിറ്ററിന്റെ വാല്യൂ കുറഞ്ഞ വാല്യൂ കപ്പാസിറ്റർ ആണ് കൊടുക്കുക. ലേറ്റസ്റ്റ് അവിടെ 0.01 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ നമ്മൾ ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ 1 കിലോ ഹെർട്സ് സിഗ്നലാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിട്ട് കൊടുക്കുന്നത്. ഈ വരച്ചിട്ടുള്ള സിമ്പൽ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെതാണ്. ഈ ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കപ്ലിംഗ് കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന്റെ വാല്യൂ നമ്മൾ 2.2 മൈക്രോ ഫാരഡ് 10 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ നിങ്ങൾ ഉപയോഗിച്ച് ആ ഔട്ട്പുട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഔട്ട്പുട്ട് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 2.2 മൈക്രോ ഫാരഡ് 10 മൈക്രോ ഫാരഡ് 16 വോൾട്ട് കപ്പാസിറ്റർ അവിടെ ഉപയോഗിക്കുക. ഇനി വേറുള്ളത് ഈ RE ആണ്. ഈ RE എന്ന് പറയുന്ന എമിറ്ററിലുള്ള ഈ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കൊടുക്കാം? ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഒരു 800 ഓംസ് റെസിസ്റ്റർ കൊടുക്കുക. അവൈലബിൾ ആയിട്ടുള്ളത് മേ ബി 1 കിലോ ഓം ആയിരിക്കാം, അല്ലെങ്കിൽ 750 ഓം ആയിരിക്കാം. ആ റെസിസ്റ്റർ കൊടുക്കുക. പിന്നെ ഈ RC എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കൊടുക്കേണ്ടത് 10 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് ആണ്. ഇത് IFT ആണ്. IFT എന്ന് പറഞ്ഞാൽ ഈ കമ്പോണന്റ് 455 കിലോ ഹെർട്സിന് വിത്ത് കപ്പാസിറ്റർ എന്നാണ് ഇതിന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഒരു ചെറിയ കപ്പാസിറ്റർ ഉണ്ടാവും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ IFTയെ കുറിച്ചിട്ട് നമുക്ക് വേറെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ IFT ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഈ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതും ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് IFTയുടെ സെക്കൻഡറിയിൽ നിന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ കമ്പോണൻസ് വാല്യൂ വെച്ച് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്ന ഈ എക്സ്പെരിമെന്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചെയ്ത് ഓസിലോസ്കോപ്പിൽ കാണാൻ പറ്റും. ഓക്കെ.
നമ്മളെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് BF494 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. അത് നമ്മൾ നോർമലി നമ്മൾ കാണുന്ന BC547 എന്ന് പറയുന്ന ബ്ലാക്ക് പാക്കേജിൽ വരുന്ന, അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന BF494 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിന്റെ പിൻ കോൺഫിഗറേഷൻ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത്. അത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ കണക്ഷൻ അതിൽ കൊടുക്കേണ്ടത്. ഇതിൽ സെൻട്രൽ പിന്നെ എമിറ്ററും ഇതിലെ ഈ പിന്നാണ് അതിലെ ബേസ്, ഇത് കളക്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ പലരും തെറ്റിച്ച് പോകുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേരിലാണ് എന്ത് നമുക്ക് പലപ്പോഴും ഔട്ട്പുട്ട് കിട്ടാതാവുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ അത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബേസ്, എമിറ്റർ, കളക്ടർ. അപ്പോൾ ബ്രെഡ് ബോർഡിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്ഷൻ, അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് ഈ IFT ആണ്. IFTയുടെ പ്രൈമറിയിൽ 3 കാലുകൾ ഉണ്ടാവും. IFTയുടെ പ്രൈമറിയിലാണ് 3 കാലുകൾ ഉണ്ടാവുക. സെക്കൻഡറിയിൽ 2 കാലുകൾ. അപ്പൊ ഈ 2 ലീഡാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ സെൻട്രലിലുള്ള കാല് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിന്റെ സിമ്പിളിൽ വരുന്നതാണ് ഈ ഇന്റേണലി ഒരു കപ്പാസിറ്റർ. നോർമലി ഈ IFTയുടെ ടോപ്പ് വ്യൂ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു സ്ക്രൂ ഉള്ളതായിട്ട് കാണാം. ഇതിന് ഒരു ചെറിയ കളറ് അടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള IFTയില് ഇവിടെ ഇങ്ങനെ 3 കാല്, ഒരു സൈഡില് 2 കാലും ഉണ്ടാവും. ഇതിൽ ഈ സ്ക്രൂവിന്റെ ഒരു പൊസിഷൻ കാണുന്ന അവിടെ അതിൽ യെല്ലോ കളർ മാർക്ക് ചെയ്തിട്ടുള്ള യെല്ലോ കളർ മാർക്ക് ചെയ്തിട്ടുള്ള IFT ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം വളരെ പെർഫെക്ഷനിൽ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ 1 kHz കൊടുത്തു കഴിഞ്ഞു. എമിറ്ററിൽ കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് എന്ത് ചെയ്തു, ഒരു 455 kHz 2 വോൾട്ട് പീക്ക് ടു പീക്കുള്ള 1 വോൾട്ട് പീക്ക് ടു പീക്കുള്ള കാരിയർ ഫ്രീക്വൻസിയും നമ്മൾ അപ്ലൈ ചെയ്ത് FCയും FM മോഡുലേറ്റിംഗ് സിഗ്നൽ FCയും കൊടുത്തു. നമ്മൾ FC കൊടുത്തത് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴിയാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ എമിറ്ററിലേക്ക് കൊടുത്തത് FM കപ്ലിംഗ് 2.2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ വഴി കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫോം മേ ബി ഇതുപോലെ ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ വരച്ച ഇതുപോലെ ഉള്ള ഒരു വേവ് ഫോം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ തിയറി പഠിച്ചവർക്കറിയാം. ഇത് 100% മോഡുലേഷൻ ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഈ വരച്ച് വെച്ച ഇതുപോലെ ഉള്ള ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഈ 455 kHz ആക്ച്വലി എന്താ സംഭവിച്ചത്, ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് ഈ സംഗതി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ഈ വേവ് ഫോമിനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തു. അല്ലെങ്കിൽ എന്ത് പറയാം, ഈ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഈ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുത്തി എടുത്തു നമ്മൾ ഔട്ട്പുട്ടിൽ. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഓസിലോസ്കോപ്പിൽ നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഈ തരത്തിലുള്ള വേവ് ഫോം ആവാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ തിയറിയിൽ പഠിക്കുന്നതാണ്. ഇത് വ്യത്യാസപ്പെട്ട് ഈ രീതിയിലുള്ള വേവ് ഫോം ആയിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ ഈ 2 ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസും അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസും നമുക്ക് വ്യത്യാസമായിട്ട് കാണാൻ കഴിയും.
അവിടെയാണ് നമ്മൾ ഇത് വി മാക്സ് എന്നും ഇതിനെ നമ്മൾ ഈ ഡിഫറൻസിനെ നമ്മൾ വി മിനിമം എന്നും പറയുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി മാക്സ് പ്ലസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സ് മൈനസ് വി മിനിമം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷൻ പ്രകാരം നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. വി മാക്സ് മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സ് പ്ലസ് വി മിനിമം എന്നാക്കിയിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്ത് നമ്മൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ആ മോഡുലേഷൻ ഇൻഡെക്സ് എന്ത് കിട്ടും, നമുക്ക് 1 എന്ന് കിട്ടും. ഇപ്പോൾ വി മിനിമം 0 ആകുമ്പോൾ വി മിനിമം 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോഡുലേഷൻ ഇൻഡെക്സ് 1 എന്ന് കിട്ടും. ഇതിൽ വി മിനിമം 0 ആകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വി മിനിമം 0 ആകുന്ന കണ്ടീഷൻ. വി മിനിമം 0 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വേവ് വരുന്ന സമയത്ത് മോഡുലേഷൻ ഇൻഡെക്സ് 1 ആണ് എന്ന് പറയും. അതല്ലാത്ത സമയങ്ങളിലൊക്കെ മോഡുലേഷൻ ഇൻഡെക്സ് വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, വി മാക്സ് മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ വി മാക്സ് പ്ലസ് വി മിനിമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലെസ് ദാൻ 1 ആയിരിക്കും ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഏകദേശം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു സെറ്റപ്പായി. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ 47 കിലോ ഓം റെസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് ഫിക്സ് ചെയ്യാം. വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാരിയബിൾ റെസിസ്റ്റർ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് വ്യത്യാസപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു 10 കിലോ റെസിസ്റ്റർ കൂടി ഇതിന് സീരീസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 47 കിലോ ബി ടൈപ്പിൽ ഉള്ള 47 കിലോ വാരിയബിൾ റെസിസ്റ്റർ നമ്മൾ അവിടെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലെ വേരിയസ് മോഡുലേഷൻ ഇൻഡെക്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും സർക്യൂട്ട് ചെയ്ത് നോക്കുക. സർക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്ത് വരാൻ പറ്റും. ഇവിടെ വേറൊന്ന് വിട്ടുപോയത്, ഇവിടെ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത് ഫ്രം 5 വോൾട്ട് ടു 10 വോൾട്ട് DC വോൾട്ടേജാണ് കൊടുക്കേണ്ടത്. അത് മാക്സിമം റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.